ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയുർവേദത്തെക്കുറിച്ചാണ്. ആയുർവേദമനുസരിച്ച് ഒരു സാധാരണ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ദിനചര്യകൾ, ഭക്ഷണക്രമങ്ങൾ, ഏതെല്ലാം ഭക്ഷണം കഴിക്കണം, അവ അവനിലുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ, ദീർഘദൂര വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി നമ്മൾ സമീപിച്ചിരിക്കുന്നത് പ്രസിദ്ധമായ പാഴൂർ പടിപ്പുരയുടെ പിൻഗാമികളിൽ ഒരാളും നാഗാർജുന ഹെർബൽ കോൺസെൻട്രേറ്റ്സ് ലിമിറ്റഡിലെ ഡോക്ടറുമായ ഡോക്ടർ ശ്യാം കിഷോറിനെയാണ്. ഡോക്ടറിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡോക്ടർ, ഇന്ത്യയുടെ പാരമ്പര്യ വൈദ്യ സമ്പ്രദായമാണല്ലോ ആയുർവേദം. അതെ. ആ ഒരു ആയുർവേദത്തിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയാം. ശരിക്ക് ഇപ്പൊ ആയുർവേദം വേദമാണല്ലോ. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പോൾ ഈ അഥർവവേദത്തിന്റെ വേദങ്ങളില് അഥർവവേദത്തിന്റെ ഉപവേദമായിട്ടാണ് ആയുർവേദത്തിന് വരുന്നത്. അപ്പൊ അത് ശരിക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുസ് പിന്നെ വേദം, അതായത് നമ്മുടെ ആയുസിന്റെ അറിവ് അതാണ് ശരിക്ക് ആയുർവേദത്തിന്റെ രീതി. അപ്പൊ ആ ആയുർവേദം ശരിക്ക് നമുക്ക് ഈ കർമ്മം ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് കർമ്മം ചെയ്യണമെങ്കിൽ അദൃശ്യനായിട്ട് കർമ്മം ചെയ്യാൻ പറ്റില്ല. അദൃശ്യനായിട്ട് ഒരിക്കലും കർമ്മം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ശരീരം വേണം. അപ്പൊ ആ ശരീരത്തിലൂടെ കർമ്മം, ഇപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശരീരം വേണം. ആ ശരീരത്തിന്റെ നിലനിൽപ്പിന് നമുക്ക് ആരോഗ്യം വേണം. അപ്പൊ ആ ആരോഗ്യത്തെ നിലനിർത്താൻ ആ ആരോഗ്യ പരിപാലനം എങ്ങനെ വേണം, അതാണ് ശരിക്കും ആയുർവേദത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെ. ആയുർവേദം, ആയുസിനെ കുറിച്ചുള്ള അറിവ്. അപ്പൊ ഈ ശരീരത്തെ എങ്ങനെയാണ് ആയുർവേദം കാണുന്നത്? നമ്മളൊരു മനുഷ്യ ശരീരത്തെ അല്ലെങ്കിൽ ജീവിയുടെ ശരീരത്തെ? അതെ. അപ്പൊ ശരിക്ക് ശരീരം ആയുർവേദത്തില് ശരിക്ക് ഒരു മനുഷ്യ ശരീരത്തിനെ വാദം, പിത്തം, കഫം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യ ശരീരത്തെ വേർതിരിച്ചിരിക്കണം. അതായത് ശരിക്ക് ഈ നമ്മുടെ ചെസ്റ്റിന്റെ മോൾ വശത്തായിട്ട്, ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല, ഇത് സിമ്പിൾ ആയിട്ടുള്ള ചെസ്റ്റിന്റെ മോൾ വശത്തേക്ക് കഫത്തിന്റെ സ്ഥാനം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അരക്കെട്ടിന്റെ ഇവിടം വരെയുള്ള പിത്തസ്ഥാനം, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വാദത്തിന്റെ സ്ഥാനം, അങ്ങനെ മൂന്നാണ്. അപ്പൊ കഫം, പിത്തം, വാദം, അങ്ങനെയാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്. അപ്പൊ ശരിക്കും ഇത് പറയുകയാണെങ്കിൽ, ശരിക്ക് ഇപ്പൊ അഗ്നി, നമ്മൾ ആഹാരം കഴിച്ചു, ആ ആഹാരത്തെ ദഹിപ്പിക്കണമെങ്കിൽ അഗ്നി വേണം. അപ്പൊ ആ അഗ്നിയാണ് പിത്തം. ആ ആഹാരം, ശരിക്കുള്ള ആഹാരം ആണ് കഫം. ഇതിനെ മൊത്തത്തിൽ, ഈ പിത്തത്തിനെയും കഫത്തിനെയും മൊത്തത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് വായു ഇല്ലാതെ പറ്റില്ല. വായു ഇല്ലാതെ ചലനമില്ല. അപ്പൊ ആ ചലനം വന്നപ്പോ അത് അഗ്നി, തീ കത്തുന്നു, തീക്കൊരു ബേസ് ഉണ്ട് കഫം, പിന്നെ അതിനെ പ്രവർത്തിപ്പിക്കാൻ വാദത്തിന്റെ സപ്പോർട്ട് ഉണ്ട്, കാറ്റ്. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ, പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ അതാണ്. ഒരു അരി വേവുന്നു, തീ കത്തുന്നു, അപ്പൊ തീ കത്തുന്ന ആ ഭാഗം പിത്തം, ഈ ഇത് അരി വേവുന്ന അത് ശരിക്ക് കഫത്തിന്റെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പൊ തീ, കാറ്റില്ലാതെ തീ കത്തില്ല അല്ലേ? അപ്പൊ ഇത് മൂന്നും ഈക്വൽ ആയിട്ട് ശരീരത്തിൽ വന്നാലേ നമുക്ക് ആരോഗ്യമുള്ളൂ. അത് കൂടാനും പാടില്ല, അത് കുറയാനും പാടില്ല. ഇപ്പൊ കാറ്റ് തീരെ കുറഞ്ഞു പോയാൽ തീ കത്തില്ല, തീരെ കുറഞ്ഞു പോയാലും അഗ്നി ആഹാരം ദഹിക്കില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ശരിക്കും ഇതൊരു സർവധർമ്മേഷു മധ്യമം. എല്ലാവരും മധ്യമത്തിൽ പോകുക. അധികം കഫമില്ല, അധികം വാദമില്ല, ഒരു മിഡിൽ. അധികം കാറ്റ് കൂടുതൽ വന്നാലും പ്രശ്നം, കാറ്റ് തീരെ കുറഞ്ഞാലും പ്രശ്നം. അപ്പൊ എപ്പോഴും നമ്മുടെ ധർമ്മം, ഭാരതീയ ധർമ്മം ശരിക്ക് സർവധർമ്മേഷു മധ്യമത്തിൽ പോണം. അങ്ങനെയാണ്. അപ്പൊ ആഹാരം കൂടുതൽ കഴിച്ചാലും കുഴപ്പമാണ്. അതാണ് മിതമായിട്ടുള്ള ആഹാരം വേണം. മനസ്സിലായില്ലേ? അതാണ് ശരിക്കും ഇതിന്റെ കൺസെപ്റ്റ്. ഭയങ്കര രസമാണ്. അതാണ് ശരിക്കും ആ ബോഡിയെ നിലനിർത്തുന്നത്. അപ്പൊ അങ്ങനെ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഈ സാത്വികമായ
അതെ ഭക്ഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ അല്ല, ശരിക്കും ആയുർവേദത്തിലെ സാത്വികം, രാജസികം, താമസികം ഇങ്ങനെ 3 ഇതുണ്ട്. അപ്പൊ ശരിക്കും ഒരാളിന് ഇപ്പൊ സാത്വികമായിട്ടുള്ള പ്രകൃതി എന്ന് വെച്ചാൽ നമ്മള് അധികം എരിവോ പുളി ഇല്ലാത്ത ആഹാരങ്ങൾ. ഇപ്പൊ നമ്മൾ കഞ്ഞി കുടിച്ചു, കഞ്ഞി ചെറുപയർ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കഞ്ഞി ചെറുപയർ ഇലക്കറികള് അധികം ഇതില്ലാതെ, തീരെ എരിവില്ലാത്തതല്ല, ചെറിയ എരിവ് വേണം. കാരണം ഈ ആഹാരം എപ്പോഴും ഷഡ്രസ, വേറൊരു കാര്യം പറയാണ്, ആഹാരം എപ്പോഴും ഷഡ്രസ പ്രധാനമായിരിക്കണം. 6 രസങ്ങളും ആഹാരത്തിലുണ്ടെങ്കിലേ ദഹിക്കുള്ളൂ. അപ്പൊ മധുരം, അമ്ളം, ലവണം, എരിവ്, മറ്റേ കഷായം, കയ്പ് ആഹാരത്തിൽ ഉണ്ടെങ്കിലേ ആഹാരം ശരീരത്തിലേക്ക് സ്വീകരിക്കുള്ളൂ. ചെല്ലുമ്പോൾ അവിടെയുള്ള ഗ്രന്ഥികളുടെ പ്രവർത്തനം ശരിക്ക് എരിവ് വേണം. അതല്ല ഇപ്പോ ഇതിന്റെ ആഹാരത്തിന്റെ കൂടെ കുരുമുളക് ചേർക്കുമ്പോൾ കുരുമുളക് കുറച്ച് അഗ്നിയെ വർദ്ധിപ്പിക്കും, ഇതിനെ ഏൽപ്പിക്കും. അപ്പൊ നല്ല കട്ടിയുള്ള ആഹാരത്തിന്റെ കൂടെ കുരുമുളക് ഇടുന്നതിന്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ ഈ ആഹാരത്തിന്റെ വൈവിധ്യം വേറൊരു രാജ്യത്തും ഇല്ലല്ലോ അല്ലെ? ശരിക്കും നമ്മുടെ ഒരു വളരെ ഓരോ രാജ്യത്തും വെഴ്സറ്റൈൽ ആയിട്ടുള്ള ആഹാരങ്ങൾ ലോകത്തിൽ എവിടെ ഇല്ല. അപ്പൊ ശരിക്ക് ആഹാരം ഷഡ്രസ പ്രധാനമായിരിക്കണം. അപ്പൊ ആ ഷഡ്രസം മിതമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് സാത്വികമായ ആഹാരങ്ങൾ. ഇത് എരിവും പുളിയും കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ ശരിക്കും രാജസികമായിട്ടുള്ള ആഹാരം, ഒന്നുമില്ലാത്ത നിശ്ചലമായിട്ടുള്ള ആഹാരം താമസികം, താമസ പ്രകൃതിക്കാർ. അതാണ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതാണ് അങ്ങനെയുള്ള ഒരു ആഹാരം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അതിനെക്കുറിച്ച് ശരിക്കും ആഹാരത്തിന്റെ രീതി നമ്മളിപ്പോ അധികം എരിവും പുളിയും കൂടുതലായിട്ടുള്ള മാംസാഹാരങ്ങൾ മുഴുവൻ രാജസികമാണ്. ശരിക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മാംസം ശരീരത്തിന് വേണം, പക്ഷെ ഈ കാറ്റഗറിയിൽ വെച്ച് നമ്മൾ പറയുമ്പോൾ മാംസാഹാരങ്ങളെല്ലാം രാജസികമായിട്ടുള്ള ആഹാരങ്ങൾ, സാത്വികമല്ല. സാത്വികമുള്ള ആഹാരങ്ങൾ ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കും, പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നതായിരിക്കും. വെജിറ്റേറിയൻ, അതെ, വെജിറ്റേറിയൻ ഫുഡ് എന്നുള്ള രീതിയിൽ വെജിറ്റേറിയൻ ഫുഡ്, ഈ വെജിറ്റേറിയൻ ഫുഡ് തന്നെ എരിവ് കൂടുതൽ കൂട്ടി കഴിച്ചാൽ അത് രാജസികമാകും. പക്ഷെ സാത്വികം എന്ന് പറഞ്ഞാൽ എല്ലാം. പക്ഷെ ശരിക്കും ഈ സാത്വികമായിട്ടുള്ള ആഹാരങ്ങള് മനസ്സിനെ, രാജസികം എല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതെങ്ങനെയാണ് മനസ്സുമായിട്ട് നമ്മുടെ ആഹാരവും? ശരിക്കും ഇപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ എരിവും പുളിയും കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ദഹനം ശരിയാവില്ല, അമ്ലത്വം വരും, അസിഡിറ്റി വരും. ഈ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ അത് ശരിക്ക് മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും. നമ്മുടെ ഓഫീസിലൊരു പ്രവർത്തനമാണ്, ആ പ്രവർത്തനത്തെ നമ്മുടെ ആ ഒരു യഥാർത്ഥ പ്രവർത്തനം നടത്താൻ പറ്റാണ്ടാവും. ആ ഒരു പ്രവർത്തനം ഇപ്പൊ ഓഫീസിലാന്ന് വെച്ചാൽ ശരിക്കും ഇപ്പൊ രാജസിക ആഹാരങ്ങൾ കൂടുതൽ കഴിച്ചാൽ അവന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം തകരാറിലാവും. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ അഗ്നിയാണ്. അപ്പൊ നല്ല ദഹനമുള്ള ആൾക്ക് ഇതൊന്നൊരു വിഷയമല്ല. പക്ഷെ ദഹനം കുറഞ്ഞ ഒരാൾക്ക് ഇതുപോലുള്ള ചെല്ലുമ്പോ ദഹനം ശരിയാവാതെ വരും, അവന് മറ്റുള്ള അസുഖങ്ങളിലേക്ക് വരും. പിന്നെ അവന്റെ സ്വഭാവ രൂപീകരണത്തിന് തന്നെ സാത്വിക ആഹാരങ്ങള് ശരിക്കും അവന്റെ സ്വഭാവം സൗമ്യമാവും, അഗ്രസീവ് ആവില്ല. രാജസിക ആഹാരങ്ങൾ തന്നെ കഴിക്കുമ്പോ അവന്റെ സ്വഭാവം ഒരു അഗ്രസീവ് ആയിട്ട് വരും. കോപം കൂടുതലുണ്ടാവും. താമസികമായിട്ടുള്ള ആഹാരങ്ങളാണ് അവന്റെ രീതിയിലാണെങ്കിൽ അവനെപ്പോഴും ഒരു ലേസി, എന്നാ അവന്റെ സ്വഭാവം ശരിയല്ല, എപ്പോഴും ഒരു സ്ഥലത്തിരിക്കണം. അതാണ് സാത്വികവും രാജസികവും താമസികവും തമ്മിലുള്ള ഒരു ഈ താമസികമായിട്ടുള്ള ആഹാരത്തിന്റെ ഒരു ഉദാഹരണം. താമസികമായിട്ടുള്ള ആഹാരം പഴകിയ ആഹാരങ്ങൾ, ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് നിർജീവമായിട്ടുള്ള ആഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ദോഷമാണല്ലോ. കാരണം ഇങ്ങനെ രാവിലെ തിങ്കളാഴ്ച ഉണ്ടാക്കി വെക്കും ഫ്രിഡ്ജിൽ, പിന്നെ അത് കുറേശ്ശെ എടുത്ത് വേവിച്ച് ഈ പുനർ പാകം ചെയ്യുമ്പോഴും ആഹാരം വിഷമായിട്ട് വരണേ. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വിഷമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഈ വയറ്റിലേക്കാണല്ലോ, അങ്ങോട്ടാണ് ദഹനം ശരിയാവണ്ടേ. അപ്പൊ ദഹനം അതൊരു വലിയ ഘടകം തന്നെ. കാരണം ഉദര നിമിത്തമാണല്ലോ എല്ലാ ഉദര മൂലം ആണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഉദര നിമിത്തമല്ല, ഉദരം ആണ്. ആ ഉദര എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാന കാരണം വയറാണ്. അപ്പൊ ഡോക്ടർ, ഈ ആയുർവേദത്തിലെ പഞ്ചഭൂതങ്ങൾ എന്നുള്ളതിന്റെ പ്രസക്തി എന്താ? അത് ശരിക്ക് പഞ്ചഭൂതങ്ങളിലെ പൃഥ്വി, അപ്, തേജോ, വായു, ആകാശം. പൃഥ്വി ഭൂമി, അപ് ജലം, തേജസ് അഗ്നി, വായു, പിന്നെ ആകാശം സ്പേസ് നമ്മുടെ ഇത്. ഇതാണല്ലോ പഞ്ചഭൂതം ആയിട്ട് പറയുന്നത്. അപ്പൊ ശരിക്ക് പൃഥ്വി ശരിക്ക് കഫപ്രധാനമായിട്ടാണ്. കഫം അതായിട്ടാണ് പൃഥ്വി കഫമായിട്ട്, കഫദോഷമായിട്ടാണ് അതിന്റെ ബന്ധം. അപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാം
ഈ പഞ്ചഭൂതങ്ങളുടെ സ്വാധീനം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ആഹാരത്തിൽ പഞ്ചഭൂതങ്ങളുടെ സ്വാധീനം. ഇപ്പൊ ജലം അപ്പ് ജലം പഞ്ചഭൂതമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ആഹാരത്തിൽ കൂടുതൽ ജലാംശം വരുമ്പോ അത് പഞ്ചഭൂതമാണ്. ഈ പഞ്ചഭൂതമാണെങ്കിൽ പോലും പിന്നെ തേജസ്, അഗ്നി അപ്പൊ അഗ്നി അതും ശരീരമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ അത് നമ്മുടെ ദഹനമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പൊ ആഹാരം പൃഥ്വി, അതിനെ ദഹിപ്പിക്കാനുള്ള അഗ്നി, അതിനെ ദഹിപ്പിക്കണമെങ്കിൽ ജലാംശം വേണം. അതിനൊരു സ്പേസ് വേണം. അതാണ് ആകാശം. ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ഇത് നടക്കുള്ളൂ. പിന്നെ വായു അതെ. ഇപ്പൊ അഗ്നി വരണമെങ്കിലും ചലനം വരണമെങ്കിലും വായു ശരിക്കതൊരു രസം. കാരണം അല്ല, ഇത് നമ്മൾ ചിന്തിക്കുമ്പോഴേ പൃഥ്വി, തേജസ്, വായു, ആകാശം ഇതെല്ലാം നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അഗ്നി എല്ലാം ഈ അഗ്നിയാണ്. നല്ലൊരു അഗ്നിയുള്ള ഒരാൾക്ക്, അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് ദഹനശക്തിയുള്ള ഒരാൾക്ക് അസുഖം കുറവായിരിക്കും. കാരണം എല്ലാം ദഹിച്ചു പോകും. എല്ലാ ആഹാരം, അസുഖങ്ങൾ അവർക്ക് കുറവായിരിക്കും. ഇപ്പൊ ഈ അഗ്നി കുറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ വന്നിട്ട് അത് മറ്റുള്ള അവയവങ്ങളിലേക്ക് വരിക. അത് ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണെങ്കിൽ കഫമായിട്ട് കൂടിയ ദഹനക്കേട് വരുന്നു. അത് കൂടാതെ മറ്റേ നമ്മള് കഫം കൂടിയിട്ട് ശിരസിലേക്ക് വരുമ്പോൾ അത് ജലദോഷമായിട്ട് വരുന്നു. ഈ കഫം വല്ലാണ്ട് ദുഷിച്ച് നമ്മുടെ പക്വാശയത്തിൽ, അതായത് വെൺകുടലിലൊക്കെ വരുമ്പോഴത്തേക്ക് കൃമി ആയിട്ട് വരുന്നു. അപ്പൊ ഇതെല്ലാം അത് ഇങ്ങനെ കണക്റ്റഡാ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ, ആസ്മ പോലുള്ള രോഗങ്ങളിൽ ഇപ്പൊ ചിലരുടെ കാസവൃത്യ ഭവേശ്വാസം എന്നുണ്ട്. കാസവൃത്യ, അതായത് കാസം എന്ന് പറയുന്ന ചുമയാ. ചുമ കുറെ അധികം കൂടി കഴിഞ്ഞാൽ അത് ശ്വാസം മുട്ടായിട്ട് മാറും. അപ്പൊ ചുമ എന്തുകൊണ്ട് വന്നു? അപ്പൊ ആ ചുമ ആദ്യം ചുമയായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ദഹനക്കേട് കൊണ്ടും ചുമ വരാം. പിന്നെ വൈറസിന്റെ അറ്റാക്ക് കൊണ്ട് കഫക്കെട്ട് നോർമലി ശരീരത്തിലേക്ക് വന്നിട്ടും വരാം. അപ്പൊ അത് ശരിക്ക് നല്ലൊരു ആസ്മ രോഗിക്ക് ചിലപ്പോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വയറിളക്കിയാൽ തന്നെ ആടെ ശക്തി ഒന്ന് കുറയും. പിന്നെ കുറെ രോഗങ്ങളൊക്കെ പാരമ്പര്യമായിട്ടുണ്ടല്ലോ. ഇപ്പൊ പൈൽസ്, അർസസ്, അതുപോലെ തന്നെ ശ്വാസം മുട്ട്, പ്രമേഹം, തലവേദന, കൊടിഞ്ഞി പോലുള്ള ഇതൊക്കെ കുറെ പാരമ്പര്യമായിട്ടുള്ള. കാരണം അച്ഛനുണ്ടെങ്കിൽ അത് വരും. അത് ആ ശരീരത്തിന്റെ ഇംബാലൻസ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ അങ്ങനെയാണ്. അർസസ് അച്ഛനുണ്ടെങ്കിൽ അത് മകൾക്ക് അതുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള കരുതിയിരിക്കണം. ചില ആഹാരക്രമം അതിനനുസരിച്ച് കൊണ്ടുപോയാൽ അതെ, ഒരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമ്മുടെ ആഹാരമാണ് ഏറ്റവും പ്രധാനം. കാരണം ഇപ്പൊ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിലി ഫുഡാ. അപ്പൊ രാവിലെ 9:30 കഴിക്കണം. പക്ഷെ തലേദിവസം കഴിച്ചിട്ട് ദഹിച്ചോ ഉണ്ടോ എന്നുള്ള വിഷയമല്ല, കറക്റ്റ് ആ സമയത്ത് കഴിക്കണം. പക്ഷെ ചിലപ്പോ തലേദിവസം കഴിക്കുന്നത് ദഹിക്കാതെ ആയിരിക്കും അതിന്റെ മുകളിലേക്ക് ചെല്ലുന്നത്. അതെ, അപ്പോ തലേദിവസം കഴിച്ച കട്ടി ഭക്ഷണമായിരിക്കും. പക്ഷെ അതിനെ ദഹിക്കാതെ തന്നെ വീണ്ടും നമ്മൾ കഴിക്കുന്നു. അതിന്റെ മുകളിലേക്ക് കഴിക്കുമ്പോൾ അത് ആമെന്ന് പറഞ്ഞാൽ അൺഡൈജസ്റ്റഡ് പാർട്ടികളായിട്ട് വരും. അൺഡൈജസ്റ്റ് ആകുമ്പോൾ വയറാകെ പ്രശ്നമായി. വയറ് പ്രശ്നമാകുമ്പോൾ വയറ് പ്രശ്നമായി മൂഡൌട്ടായി. പിന്നെ യാത്ര ചെയ്യാൻ സുഖമില്ല. പിന്നെ ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഓടുക. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ആഹാരം ഏറ്റവും പ്രധാനമാണ്. വയറിന്റെ നമ്മൾ എപ്പോഴാ കഴിക്കണം, എത്ര നേരത്തെ ആഹാരം. ചിലപ്പോൾ രാവിലത്തെ ആഹാരം കഴിച്ച് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും വേണം ഉച്ചത്തെ ആഹാരം കഴിഞ്ഞ് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വൈകിട്ട്. അതുപോലെ തന്നെ അസമയത്തുള്ള ഫുഡ്, അൺടൈമിൽ ഫുഡ്. ഇപ്പൊ രാവിലത്തെ ഫുഡ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. രാവിലെ നമ്മൾ കഴിക്കണം, അത് മസ്റ്റാണ്. ചിലർ രാവിലെ കഴിക്കില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുക. രാവിലെ 8 തലേ ദിവസം 9 മണിക്കാണ് കഴിക്കുന്നത്. 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ നമ്മൾ ഏകദേശം 14 മണിക്കൂറോളം 13 മണിക്കൂറോളം കഴിക്കുന്നില്ല. എന്നിട്ടും പിന്നെ രാവിലെ കഴിക്കാതെ പോകുമ്പോൾ അവസ്ഥ ആലോചിക്കും. പെട്ടെന്ന് ധൃതിയുള്ള പോയി രാവിലെ ആഹാരം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം ഒട്ടും ഊർജ്ജം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ലേഡീസ് വളരെയധികം അത് ശ്രദ്ധിക്കുന്നില്ല. അത് കഴിക്കാതെ വരുമ്പോ പിന്നെ അനീമിയ പോലുള്ള ബ്ലഡ് കുറയുന്നു, ക്ഷീണം വരുന്നു. പിന്നെ ഈ പറഞ്ഞില്ലേ, ഈ തിരക്ക് കാരണേ കറക്റ്റ് ആയിട്ടുള്ള ഫുഡും കഴിക്കുന്നില്ല. അങ്ങനെ ശരിക്ക് ആരോഗ്യം കുറഞ്ഞ ശരീരത്തിൽ ആരോഗ്യം കുറഞ്ഞ ഒരു മനസ്സ് വരും. ആരോഗ്യം കുറഞ്ഞ മനസ്സ് വന്നാൽ പിന്നെ ടെൻഷനായി, ഡിപ്രഷനായി.
ശരിക്കും ആരോഗ്യം വേണം. അതാണ് അത് ശരീരത്തിന്റെ ആരോഗ്യക്കുറവും മനസ്സിന്റെ ആരോഗ്യക്കുറവായിട്ട് മാറും. ശരീരത്തിന്റെ, അതായത് മനസ്സിന്റെ ആരോഗ്യം ശരീരത്തിലേക്ക് വരും, ശരീരത്തിന്റെ ആരോഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ശരിക്ക് ആയുർവേദത്തിൽ പറയുന്ന അതിന്റെ ഉദാഹരണം, ഇപ്പൊ കുടത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ കുടം ചൂടാവും, നല്ല ചൂടുള്ള കുടത്തിലേക്ക് വെള്ളം ഒഴിച്ചാലും വെള്ളം ചൂടാവും. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് ആയുർവേദത്തിൽ പറയുന്ന മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം. അത് പ്രധാനമാണ്. നമ്മൾ ടൈമിലി ഫുഡ് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ രാത്രിയിലെ ഫുഡ് ഒത്തിരി താമസിച്ച് കഴിക്കാം, ഒത്തിരി താമസിച്ച്. അതായത് എപ്പോഴും നമ്മുടെ ദിനചര്യ ഏറ്റവും ആയുർവേദത്തിൽ പ്രധാനം. ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ പഠിക്കുമ്പോൾ നമ്മുടെ ആയുർവേദത്തിന്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് ആദ്യമേ തുടക്കുമ്പോൾ, അതായത് സ്വസ്ഥവൃത്തം, ആതുരവൃത്തം എന്ന് പറഞ്ഞ 2 സെക്ഷനാണിത്. സ്വസ്ഥവൃത്തം അതായത് സുഖമായിട്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് സമദോഷ, ദോഷങ്ങളെല്ലാം സമമായിട്ട്, അതായത് വാതപിത്ത കഫങ്ങൾ സമമായിട്ട്, കൂടുതലുമില്ല കുറവില്ല, ഈക്വൽ ആയിട്ടിരിക്കും. അത് സമദോഷ, സമ അഗ്നി, നല്ല പ്രോപ്പർ ആയിട്ടുള്ള അഗ്നി, അതായത് തീവ്രമായിട്ടുള്ള അഗ്നി ഇല്ല, മന്ദമായിട്ടുള്ള അഗ്നി ഇല്ല, സമമായിട്ടുള്ള അഗ്നി. അത് സമദോഷ, സമാഗ്നി, സമധാതു, എല്ലാ സപ്തധാതുക്കളുണ്ട് ശരീരത്തിൽ. രക്തം, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, അങ്ങനെയുള്ള സപ്തധാതുക്കളുണ്ട്. ആ സപ്തധാതുക്കളും ഇപ്പൊ ആഹാരം കഴിക്കുമ്പോൾ ഈ സപ്തധാതുക്കൾക്കാണ് പോഷണം ഉണ്ടാവുന്നത്. അപ്പൊ ആ സപ്തധാതുക്കൾ സമമായിട്ടിരിക്കുക. അപ്പൊ സമദോഷ, സമാഗ്നിശ്ച, സമധാതു, മലക്രിയ, പ്രോപ്പർ ആയിട്ടുള്ള മലക്രിയകൾ, മൂത്രം ശരിക്ക് പോവുക, വയറ്റിൽ നിന്ന് ശരിക്ക് പോവുക. രാവിലെ കറക്റ്റായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോണം. പുഴ ഒഴുകും പോലെ അവിടെ നിന്ന് ഒഴുകി ദഹിച്ചു പോയി. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് മലിനാവൂല. അപ്പൊ മലക്രിയ, പ്രസന്ന ആത്മ ഇന്ദ്രിയ മന, ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രസന്നമായിട്ടിരിക്കുക. ഇന്ദ്രിയങ്ങളില്ലേ നമ്മളെ കണ്ണ്, മൂക്ക്, അങ്ങനെയുള്ള അതെല്ലാം പ്രസന്നമായിട്ടിരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. സ്വസ്ഥമിത്യഭിധേയത, ഇത് ഇങ്ങനെയുള്ളതിനാണ് സ്വസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം. അതാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സമദോഷ, സമാഗ്നിശ്ച, സമധാതു, മലക്രിയ, പ്രസന്ന ആത്മേന്ദ്രിയ മന, സ്വസ്ഥമിത്യഭിധീയത, അങ്ങനെയാണ് ആ ശ്ലോകം. അപ്പൊ ഭക്ഷണക്രമത്തിന്റെ ഇതാണ് ഈ സ്വസ്ഥൻ എന്നുള്ളൊരു അവസ്ഥയിൽ ഭക്ഷണം. അതുപോലെ രാത്രിയിൽ ഒത്തിരി താമസിച്ച് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കഫം വല്ലാണ്ട് കൂടുന്നു. പിറ്റേ ദിവസം രാവിലെ അത് ദഹിക്കാതെ വരുന്നു. അപ്പൊ ശരീരത്തിലേക്ക് നീർക്കെട്ട് കൂടുന്നു. പിന്നെ രാത്രി സമയത്ത് ഒത്തിരി താമസിച്ച് കുളിക്കുക. അങ്ങനെ ഒത്തിരി താമസിച്ച് കുളിക്കുമ്പോൾ ശരീരത്തില് വല്ലാണ്ട് നമുക്ക് ഈ നീർക്കെട്ട് വല്ലാണ്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ചിന്തിച്ച, ഈ ഷിഫ്റ്റ് ഒക്കെ ഉള്ളവരുണ്ടല്ലോ, IT മേഖലയിലൊക്കെ ഷിഫ്റ്റ്, അപ്പൊ അവരെങ്ങനെ ശരിക്കും ഈ ഇപ്പോഴത്തെ IT മേഖലയിലുള്ള മെയിൻ പ്രശ്നം അവരുടെ ജോലിയുടെ ഭാഗം അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്താ വേണ്ട, അവർക്ക് എപ്പോഴും രാത്രിയില് ഉറക്കളപ്പാ. ഇപ്പൊ രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഉറക്കം അതായത് പ്രധാനമായിട്ടും ശരീരത്തിനെ നിലനിർത്തുന്ന 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതായത് ആഹാരം, ഉറക്കം, അബ്രഹ്മചര്യം. അപ്പൊ അങ്ങനെ 3 ഭാഗങ്ങളാണ്. ആഹാരവും ഉറക്കവും. പിന്നെ സെക്ഷുവാലിറ്റി വളരെ നിയന്ത്രിച്ചിട്ടുള്ള ഇതപ്പൊ ഇത് 3ഉം പ്രധാനമായിട്ടുള്ള അനിയന്ത്രിതമായി. അതായത് ഉറക്കം ഏറ്റവും പ്രധാനം. ഒരാളുടെ ശരീരത്തിൽ ഉറക്കമില്ലെങ്കിൽ 5 ദിവസം ഉറങ്ങാതിരുന്നാൽ അവന്റെ മനസ്സ് ആകെ മാറി. കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ടു. അവന് വാദകോപം ഉണ്ടാവും. വാദകോപം ഉണ്ടാവുമ്പോ ചലനം വരുമ്പോ മനസ്സും ചലിക്കും. അവനാകെ ടെൻഷനായി. ഉറക്കമില്ലാതെ വരുമ്പോഴേ ആകെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റും. ആഹാരം പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഇല്ലെങ്കിലും ബാലൻസ് തെറ്റും. അപ്പൊ ഇത് 3ഉം ശരീരത്തിന്റെ ത്രയോ ഉപസ്തംഭങ്ങളാണ്, 3 തൂണുകളാണ്. ഇതിലേതെങ്കിലും ഒന്നിന് പാളിച്ച പെട്ടാൽ ചെരിഞ്ഞ്. അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ എന്താ, അബ്രഹ്മചര്യം, അതായത് നിയന്ത്രിച്ചിട്ടുള്ള ലൈംഗികത. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഇത് 3ഉം പ്രധാനമാണെന്ന് പറയാം പ്രകൃതിയുള്ള മനുഷ്യന്റെ. ഇപ്പോഴത്തെയൊക്കെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ഈ കുട്ടികൾ അനാവശ്യ ചിത്രങ്ങൾ കാണുന്നതൊക്കെ അല്ല, അതൊക്കെ ശരിക്കും മനസ്സുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനുഷ്യനിൽ ഈ ഹോർമോണിന്റെ പ്രവർത്തനം വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുക. അല്ല, ഇതിങ്ങനെയുള്ള കാണുന്നു. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ വല്ലാണ്ടുള്ള കോപം, എപ്പോഴും ദേഷ്യപ്പെടുക, അവരുടെയൊക്കെ ശരീരത്തില്
ഈ ഹോർമോൺ ഇംബാലൻസ്ഡ് ആവുക. ഈ ഗെയിമുകളിലുള്ള ആസക്തികൾ, ഗെയിമുകളിലുള്ള വെടിവെച്ച് കൊല്ലുന്നതൊക്കെ കാണുന്ന കോപം കൂടുവാണ്. അതൊക്കെ കോപം കൂടുമ്പോഴത്തേക്കും ശരീരത്തിനെ നമ്മൾ അതാണ് ചിലപ്പോ പെട്ടെന്ന് ചിലര് ക്ഷിപ്രമായിട്ടുള്ള കോപം, ചിലർക്ക് ഡിപ്രഷൻ പോലെ വരും, ബാക്കിലേക്ക് കുടുംബജീവിതത്തെ തന്നെ ബാധിക്കും. പക്ഷെ ഞാൻ ഈ ഷിഫ്റ്റിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ്, ഈ ഷിഫ്റ്റ് എപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ എന്തായാലും അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് വേണം, ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം, നന്നായിട്ട് വെള്ളം ധാരാളം കുടിക്കുക, മിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. പിന്നെ പകൽ ഉറങ്ങിയാലും ശരിയാവില്ല, പക്ഷെ ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഈ മിതമായ ആഹാരം എന്ന് പറയുമ്പോൾ സാത്വിക് ഫുഡുകൾ ഇപ്പൊ അധികം വരും. ഇപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ പറയാൻ പറ്റില്ല. സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എരിവും പുളിയുള്ള ആഹാരങ്ങൾ അത് മിതമായിട്ട് കഴിക്കുക, ഉപയോഗിക്കാം. അതുപോലെ മൈദയൊക്കെ ശരിക്കും ഡൈജഷനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ നന്നായിട്ട് വെള്ളം ധാരാളം കുടിച്ച് ഒരു അരമണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഇറങ്ങി നടന്നിട്ട് വീണ്ടും വെറുതെ കണ്ണിനാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ കണ്ണിന്റെ കൂടുതൽ അവർ കണ്ണിന്റെ സ്ട്രെയിൻ ഭയങ്കരമാണല്ലോ. ഈ കണ്ണിന് സ്ട്രെയിൻ പറയാന്ന് കണ്ണ് ശരിക്ക് പിത്തദോഷം ഇതുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ തന്നെ കണ്ണിന് സ്ട്രെയിൻ വരും, തലച്ചോറിന് സ്ട്രെയിൻ വരും. അപ്പൊ അതിനൊക്കെ ഒരു റിലാക്സ്ഡ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി നടക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള സ്ട്രെയിൻഫുൾ വർക്ക് ചെയ്യുമ്പോൾ വാതകവും വല്ലാണ്ടുണ്ടാവും. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ കുറെ മാറ്റം ബോഡിയിൽ വരും. വെള്ളം കുടിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ സ്പ്രൈറ്റോ അങ്ങനെയുള്ള നാരങ്ങ അതല്ല, തിളപ്പിച്ചാറിയ വെള്ളം. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ചുക്കും മല്ലിയും ജീരകം ഇട്ടത് എന്താ വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഇതിലെ. കാരണം ഈ തണുത്ത സാധനങ്ങൾ കഴിക്കും. ഇപ്പൊ നമ്മൾ നല്ല തീ കത്തിക്കൊണ്ടിരിക്കുന്നു, നല്ല തീ, ഒരു ജനറലായിട്ട് തീ നല്ല തണുത്ത വെള്ളം ഒഴിച്ചാൽ തീ കെട്ടുപോകും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദഹനം നന്നായിട്ട് വന്നോണ്ടിരിക്കുമ്പോൾ സ്പ്രൈറ്റ് കുടിച്ച് എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതൊക്കെ കെട്ടുപോകും. അതാ അവസ്ഥ ശരിക്കേ. അല്ല അതൊരു അപ്പൊ പിന്നെ എന്ത് കഴിച്ചാലും അങ്ങനെ കിടക്കുള്ളൂ. പിന്നെ അത് ദഹിപ്പിച്ചു വരണം, വീണ്ടും അതിന്റെ മുകളിൽ കഴിക്കുന്നു. ഇതിനൊക്കെ ദഹിപ്പിക്കാൻ വയറ് വേണ്ടേ? അതാണ് ഈ ക്ഷീണം. അഗ്നി എന്ന് പറയുന്ന ഈ സംഭവത്തിനെ കെടുത്തുവാണ് ചെയ്യുന്നത് ഈ സ്പ്രൈറ്റ് പോലുള്ള. എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒരു ജനറൽ ആയിട്ട് നമുക്കിപ്പോ മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുള്ളൂ. അതായത് അഗ്നിവർദ്ധനമായിട്ടുള്ള ആഹാരങ്ങൾ വേണം. അഗ്നിവർദ്ധനമായിട്ടുള്ള ആഹാരത്തിനാണ് നമ്മൾ മറ്റേ ആഹാരത്തിന്റെ കൂടെ നമ്മൾ ഈ മസാല നമ്മള് ഇപ്പൊ ഇത് ചേർക്കുന്നു, ഇപ്പൊ ഗ്രാമ്പു ചേർക്കുന്നു, അല്ലെങ്കിൽ നമ്മള് ജീരകം ചേർക്കുന്നു, കുരുമുളക് ചേർക്കുന്നു. അതിന്റെ കൂടെ ചേർന്ന് നല്ല ദഹനം വരാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഈ രസമൊക്കെ കൂട്ടിക്കഴിക്കുക. രസം കൂടുതൽ, പക്ഷെ അസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർക്ക് പാടില്ല. രസം കൂടുതൽ കഴിച്ചാൽ അത് പ്രശ്നം. അപ്പൊ ഓരോരുത്തരുടെയും ശരീരം ഓരോ രീതിയിലാണ്. അതാണ് ആയുർവേദത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത്. ആളുടെ വ്യക്തിപരമായിട്ടുള്ള ട്രീറ്റ്മെന്റാ, ജനറൽ ആയിട്ട് കൊടുക്കുമല്ല. ഇപ്പൊ ചിലർക്ക് വയറിന്റെ അസുഖം ഉണ്ടായി, അത് വയറിന്റെ അസുഖം ഉണ്ടായപ്പോ അവർക്ക് ചിലപ്പോ ഇത് കഴിച്ചോണ്ടായിരിക്കാം ആഹാരം കൂടുതൽ കഴിച്ചിട്ടുള്ള. ചിലർക്ക് അസിഡിറ്റി കൂടുതലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല മറ്റേ ആൾക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇതെന്തായാലും പകുതി ദിനചര്യ കറക്റ്റ് ആയാൽ അവന് അസുഖം കുറയും. ചിലരിപ്പോ വന്ന് പറയും ഭയങ്കര രക്ഷയില്ല, ദഹനക്കേട്, എരിച്ചില്, നെഞ്ചരിച്ചില്, പൊളിച്ചേട്ടില്. അവരോട് ചോദിക്കുമ്പോൾ പറയാം അവർ കറക്റ്റ് സമയത്തല്ല ഫുഡ്. രാവിലത്തെ ഫുഡ് 11 മണി, ഉച്ചത്തെ ഫുഡ് 3 മണി. അപ്പൊ ആ ദഹനം രസം വരണ്ടാവും, ആ സമയത്ത് ഫുഡ് ചെല്ലില്ല. അപ്പൊ ആകെ പ്രശ്നമായി, ഗ്യാസായി, പിന്നെ ആയിരിക്കും ആഹാരം കഴിക്കണേ. അപ്പൊ എന്തായി, ആകെ സ്തംഭിച്ചു. പിന്നെ രാത്രിയിലെ ഫുഡ് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്ന വരില്ല. ഇതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു സംഭവം. അതാണ് ഈ സ്വസ്ഥവൃത്തം എന്നുള്ളതിൽ ദിനചര്യയാണ് ആദ്യമേ ആയുർവേദത്തിൽ പറയുന്നത്. ദിനചര്യയിൽ ആദ്യമം പറയുന്നത് നമ്മൾ ആദ്യം എപ്പോഴും രാവിലെ എഴുന്നേക്കണം, നേരത്തെ എഴുന്നേക്കണം, ബ്രാഹ്മേ മുഹൂർത്തം നേരത്തെ എഴുന്നേക്കണമെന്നാണ്. നേരത്തെ അതായത് ഏകദേശം ഒരു 4 മണി സമയം എന്ന് വെച്ചോ. ഒത്തിരി നേരത്തെ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ ഒരു 4:30 ആ സമയത്ത് രാവിലെ എഴുന്നേക്കുന്നു. പിന്നെ നമ്മൾ പല്ല് തേക്കുന്നു, ദന്തധാവനം. ആ പല്ല് തേക്കുന്നത് തിക്തരസ പ്രധാനമുള്ള കമ്പ് കൊണ്ട് വേണം പല്ല് തേക്കാൻ. ഈ തിക്തരസം എന്ന് പറഞ്ഞാൽ കയ്പ്. ആ കയ്പ് രസം കൊണ്ട് തേക്കുമ്പോൾ രാവിലെയുള്ള പല്ലിന്റെ അകത്തുള്ള ആ കഫത്തിന്റെ കോട്ടിങ് ഒക്കെ നന്നായിട്ട് പോകും. ഇപ്പൊ തേക്കുന്ന ഇത് ഇപ്പൊ വേപ്പിന്റെ കമ്പ് കൊണ്ടൊക്കെയാണ്, ആര്യവേപ്പിന്റെ കമ്പ് കൊണ്ടൊക്കെയാണ്. അതൊന്നും പണ്ട് പറയുന്നതാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴത്തെ വരുമ്പോ നമ്മൾ അതിനനുസരിച്ച് ഇപ്പൊ എന്തെങ്കിലും പൊടികൾ ഉപയോഗിച്ച് തേക്കുക. പിന്നെ ഇപ്പൊ അതിപ്പോ നമുക്ക് എല്ലാം പ്രാക്ടിക്കലില്ല. പക്ഷെ രാവിലെ ദന്തധാവനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വായ്ക്കകത്തുള്ള കഫത്തിന്റെ ലേപനം പോണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ഗണ്ടൂഷം, രാവിലെ കവിൾക്കൊള്ളുക, ചൂടുവെള്ളം കവിൾക്കൊള്ളുക.
ചൂടുവെള്ളം കവിൾക്കൊള്ളുമ്പോൾ രാവിലെ കഫത്തിന്റെ ഇതുള്ള ആ കുറെ കഫമൊക്കെ അങ്ങ് പിന്നെ നമ്മള് മൂക്കിൽ മരുന്നൊഴിക്കുക, ശിരസിലുള്ള കഫം ഒന്ന് പോകാൻ വേണ്ടി. ഇതൊക്കെ ഡെയിലി ചെയ്യണ്ട, ദിനചര്യയിൽ വരുന്നതാണ്. ഇപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോൾ പല്ല് തേച്ചു, 2 തുള്ളി മൂക്കിലൊഴിച്ച് വലിച്ചു കയറ്റി കുറെ കഫം കളഞ്ഞു. അഞ്ജനം, കണ്ണിൽ മരുന്ന് എഴുതുക, ഇളനീർ കുഴമ്പ് കുറച്ചെടുത്ത് കണ്ണിലെഴുതി, അപ്പൊ കണ്ണൊന്ന് പ്രസന്നമായി. അപ്പൊ ഒന്ന് തെളിഞ്ഞു. അപ്പൊ നമുക്ക് അന്നത്തെ ദിവസം തന്നെ നല്ലൊരു എനർജി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വ്യായാമം. നടക്കാൻ പോയി നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ ശരീരത്തിനെല്ലാം ഒരു ആയാസം വന്നു, ദഹന പ്രക്രിയയും അന്നത്തെ ദിവസം നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പൊ ഞാൻ വ്യായാമത്തിൽ ജസ്റ്റ് ദിനചര്യയുടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ വ്യായാമം അർത്ഥശക്തിയാന്നാ പറയുന്നത്. ശരീരത്തിന്റെ പകുതി ശക്തിക്ക് വ്യായാമം ചെയ്യാവുള്ളൂ. അല്ലാണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാണ്, ജിമ്മിൽ പോയിട്ട് നമ്മുടെ ശക്തി എടുത്ത് ഫുള്ള് വ്യായാമം ചെയ്ത് വെയിറ്റ് ഒക്കെ എടുത്ത് നോക്കി അയാൾ അവന്റെ ശരീരം. ഇനി ഈ ജിമ്മിനെ കുറിച്ച് പറഞ്ഞു, പല ജിമ്മുകൾ എയർ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു അല്ല, ശരിക്ക് വായു സഞ്ചാരം വേണല്ലോ. വായു സഞ്ചാരത്തിലല്ല ഇത്. ശരിക്കും വായു സഞ്ചാരം വേണം. വായു സഞ്ചാരം ഇല്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. കാരണം ഇപ്പോഴത്തെ ഇതിൽ ഈ മസിൽ പവർ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് എപ്പോഴും ദോഷം ചെയ്യുള്ളൂ. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിൽ ജങ്ക് ഫുഡ് കഴിക്കുക, അല്ല ജിമ്മ് ചെയ്ത് കഴിഞ്ഞിട്ട് ജങ്ക് ഫുഡ് ധാരാളം കഴിക്കുക. ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ വീണ്ടും വൈറലല്ലേ പ്രശ്നം വരുന്നത്. നമ്മൾ ഈ ചെയ്തതിന്റെ പകുതി പോലും ഗുണം ഉണ്ടാവില്ല. എന്തിനാ ഇപ്പൊ ജിമ്മ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് വീട്ടിൽ സ്ഥലമില്ല, അവിടെ പോയി കുറച്ച് എക്സസൈസ് ചെയ്തു മസിൽ പവർ കൂട്ടുന്നതിലുപരി ശരീരത്തിനൊരു ആയാസം, എല്ലാം ഒന്ന് പ്രവർത്തിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ട്രെഡ്മില്ലൊന്ന് ഓടി, അപ്പൊ ദഹനം ഒന്ന് വർദ്ധിച്ചു. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ആയുർവേദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അർത്ഥശക്തിയാ നിഷേധത്തിൽ. വ്യായാമം എപ്പോഴും ശരീരബലത്തിന്റെ പകുതിയെ എടുക്കാവുള്ളൂ, ഫുൾ സ്ട്രെങ്ത് എടുത്ത് ചെയ്യരുത്, അത് ദോഷമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഇത് പറഞ്ഞപ്പോൾ ഡോക്ടറെ, ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ശരിക്കും ഈ ആയുർവേദത്തിലെ യോഗ ശരിയായിട്ട് ശരിക്കും ബന്ധമുണ്ടല്ലോ. യോഗയും ആയുർവേദവും തമ്മിലുള്ള ബന്ധം ഭയങ്കരമാണ്. കാരണം യോഗ ശരിക്ക് നമ്മൾ ഈ എന്താ പറയണ പരമാത്മാവുമായിട്ടുള്ള ലയം, ആ സംയോഗമാണല്ലോ യോഗം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗം, അതാണ് ശരിക്കും ഇതിന്റെ അതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം. അപ്പൊ പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന യോഗ എന്ന് പറയുമ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുന്നു. സൂര്യ നമസ്കാരം ശരിക്കും ആസനങ്ങൾ ഒത്തിരി ഉണ്ട്. ശരിക്കും ആസനങ്ങൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ആസനങ്ങൾ ചെയ്ത് ശരീരത്തിനെ ഒന്ന് ബലപ്പെടുത്തണം. അത് ബലമുള്ള ശരീരത്തിലെ ബലമുള്ള മനസ്സുള്ളൂ. അപ്പൊ ആസനങ്ങൾ ആദ്യം ചെയ്യുന്നു. ഇപ്പൊ ശലഭാസനം അല്ലെങ്കിൽ സർവാംഗാസനം, ഇതൊക്കെ നമ്മള് ആ ശ്വാസോച്ഛ്വാസം ക്ലിയർ ആയി നമ്മൾ ചെയ്യണം. ശ്വാസം മുകളിലേക്ക് എടുക്കുന്നു, ശരീരം ബെൻഡ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. ബെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും പുറത്തേക്ക് വിടണം. നമ്മൾ എടുക്കുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. അങ്ങനെ അത് വളരെ ക്ലിയർ ആയിരിക്കണം യോഗാസനം ചെയ്യും. അപ്പൊ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് മൊത്തത്തിലുള്ളൊരു എനർജി ഉണ്ടാവുന്നു. അതിനകത്ത് ഒത്തിരി ആസനങ്ങൾ വരുന്നുണ്ട്. പല ആസനങ്ങളോടെ ചേർന്ന 13 സ്റ്റെപ്പ് ഉണ്ടല്ലോ സൂര്യ നമസ്കാരത്തിന്. യോഗ ശരിക്കും ശരീരത്തിന്റെ ഒരു ഭാഗമാവുന്നത് നമ്മുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന പറയും. യോഗ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് സാറ് പറഞ്ഞതാണ്, യോഗ ശരിക്കും പറയുമ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അങ്ങോട്ട് ഈച്ചകൾ വരുമ്പോലെ നമ്മള് നല്ല യോഗ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങോട്ട് ആൾക്കാർ തന്നെ വന്നോളും. അല്ല, നമ്മള് തേടി വന്നു ആൾക്കാർ തേടി വന്നോളൂ. കാരണം നമ്മുടെ ചൈതന്യം ചെയ്തിട്ടുള്ള മിതമായിട്ടുള്ള ആഹാരം അതാണ്. അപ്പൊ യോഗ സൂര്യ നമസ്കാരമൊക്കെ രാവിലെ ദിവസവും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അത് നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ദിനചര്യകളെ കഴിഞ്ഞിട്ടും സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ പിന്നെ വ്യായാമം ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, അത് മതി. ഒരു എന്താ പറയണ, ഒരു 14 പ്രാവശ്യം സൂര്യ നമസ്കാരം 2 ഇതായിട്ടുള്ള, ആദ്യം ഒരു സൈഡ് പിന്നെ രണ്ടാമത്തെ സൈഡ്, അങ്ങനെയാ. ഇതിന്റെ ഒക്കെ ചെയ്യേണ്ടത് പ്രധാനം അതിന്റെ വായുവിന്റെ അത് ക്ലിയർ ആയിരിക്കണം. പെട്ടെന്ന് വായു എടുക്കരുത്, പെട്ടെന്ന് വിടുകയും ചെയ്യരുത്. പതുക്കെ എടുത്ത് പതുക്കെ വിടുക. പെട്ടെന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ഈ നമ്മുടെ വായുവിന്റെ വികലമായി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വല്ലാണ്ട് കൂടി. വായു വികലമായി ഇവിടെ ഇരിക്കുന്നു, എക്സ്റേ എടുത്തിട്ട് കാണുന്നില്ല, പക്ഷെ അയാൾക്ക് പ്രശ്നം. അപ്പൊ എന്തുകൊണ്ടാ? വായു വികലമായി, വായു ദോഷം വന്നു. വായു ദോഷം വരുമ്പോൾ അവിടെ അതിന് പിന്നെ ആ വായുവിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്താലേ അത് കുറയുള്ളൂ. അത് ചിലപ്പോ ഉപവാസം ചെയ്യേണ്ടി വരും, ദഹനം ചിലപ്പോൾ ആഹാരം കുറയ്ക്കേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ ഒരാൾ രോഗിയായി. അപ്പൊ അതാണ് ആതുരവൃത്തം. അപ്പൊ ആതുരവൃത്തത്തിൽ ആദ്യം വരുമ്പോഴാണ് നമ്മൾ ഈ
വാതപിത്ത കഫങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അയാൾക്ക് അസുഖം വന്നു. അയാളിപ്പോ ദഹനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഫദോഷം വല്ലാണ്ട് വരുന്നുണ്ട്. അയാൾക്ക് രാവിലെ രാത്രി ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കളപ്പാണ്. അയാൾക്ക് അസിഡിറ്റി കൂടുന്നു. അസിഡിറ്റി കൂടുമ്പോ തന്നെ അയാൾക്ക് എന്തെങ്കിലും, അപ്പോഴാണ് നമ്മൾ മരുന്നുകളെ കുറിച്ച് ചിന്തിക്കണം. അയാൾക്ക് എന്ത് പറ്റും, എന്ത് കൊടുത്താലാണ് അയാൾക്ക് ശരിയാവുന്നത്. അപ്പൊ അയാൾക്ക് അസിഡിറ്റി കൂടിയ സമയത്താണെങ്കിൽ എന്ത് വേണം, നമ്മൾ ആ അസിഡിറ്റിയെ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക. അപ്പൊ ത്രിഫല പോലുള്ള മരുന്നുകൾ എപ്പോഴും ത്രിഫല, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഇത് മൂന്നും അസിഡിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണ്. അത് ശരിക്ക് ത്രിഫല ഒരു വിരേചന ഔഷധമാണ്. ശരിക്ക് നമ്മളെ ഈ വല്ലാണ്ടുള്ള ദോഷം ശരീരത്തിൽ വന്ന് അതിനെ ഒന്ന് പുറത്ത് കളയാൻ, പക്വാശയത്തിലുള്ള ദോഷത്തെ പുറത്ത് കളയാൻ ത്രിഫല പോലുള്ള ഇതിന് ഗുണം ചെയ്യും. ഇപ്പൊ കടുക്ക എന്ന് പറയുന്നത് ശരിക്കും നീര് കുറയ്ക്കുന്നതും ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. നെല്ലിക്ക എന്ന് പറയുന്നത് അത് റെജുവിനേഷനാണ്. അതായത് നമ്മളെ എന്താ പറയണേ, രസായനം പോഷണത്തിന് നെല്ലിക്ക ആന്റി ഓക്സിഡന്റ് ആണ് നെല്ലിക്ക. കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാത്തിനും നെല്ലിക്ക ശരീരത്തിന്റെ പോഷണത്തിന്. പിന്നെ താന്നിക്ക, ഇപ്പൊ താന്നിക്ക പറയുമ്പോ അത് പിത്തശമനമാണ്. അത് ശരിക്കും ഇത് അസിഡിറ്റി പോലുള്ള ഇതിനെ കുറയ്ക്കുന്നതാണ്. അപ്പൊ ഈ കടുക്ക, നെല്ലിക്ക, താന്നിക്കയാണ്, അതാണ് ത്രിഫല. അപ്പൊ ആ ത്രിഫല ശരിക്കും അതിന്റെ ഗുണം എന്ന് പറയുന്നത് അത് ശരിക്കും ദഹനത്തിനെ വർദ്ധിപ്പിക്കും. വിരേചനം വയറ്റിൽ നിന്ന് ശരിക്കും അയഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരു രസായനമാണ്, ക്ഷീണത്തിനെ കുറയ്ക്കും. ത്രിഫല ഒരു രസായനമാണ്, ശരിക്ക് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് ഈ ഗുണങ്ങളെല്ലാം അതിനുണ്ടേ. ഒരു അത്ഭുത സിദ്ധിയുള്ള മരുന്നാ ത്രിഫല. കറക്റ്റായിട്ട് ദിവസവും കഴിക്കാം. ഇപ്പൊ ത്രിഫലയൊക്കെ നമ്മൾ ദിവസവും രാത്രി കിടക്കാൻ സമയത്ത് കഴിക്കാം. ഒരു സ്പൂൺ പൊടി ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുമ്പോൾ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുകയും ചെയ്യും. പിന്നെ ത്രിഫലയുടെ ഏറ്റവും ഗുണം കണ്ണിന്, നേത്രദോഷങ്ങൾക്കെല്ലാം ത്രിഫല ഏറ്റവും നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകളിലെല്ലാം ഈ കണ്ണിന്റെ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് ത്രിഫല വെറുതെ ചെറിയൊരു സ്പൂൺ കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കുമ്പോഴല്ലേ വയറ്റിൽ നിന്ന് പോകും. ചെറിയൊരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അതൊരു രസായനമായിട്ട് ശരീരത്തിൽ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഈ ത്രിഫല പൊടി തന്നെ തേനി ചാലിച്ച് കഴിക്കാം. അപ്പൊ തേൻ നല്ലൊരു കഫഹരത്വമുള്ളതാണ്. തേൻ ഏതിന്റെയെങ്കിലും കൂടെ തേൻ ചേർക്കുമ്പോൾ ആ ചേർക്കുന്ന ആ ഔഷധത്തിന്റെ ഗുണം കുറച്ചുകൂടെ കൂടുന്നു. ഇപ്പൊ ത്രിഫല പൊടിയുടെ കൂടെ തേൻ ചേർക്കുമ്പോൾ ത്രിഫലയുടെ അത് വല്ലാണ്ട് വർദ്ധിക്കും. പിന്നെ ഇത് നമ്മൾ ഓരോരോ കഷായങ്ങളും അരിഷ്ടങ്ങള്, ചൂർണങ്ങള്, ലേഹ്യങ്ങൾ, ഇതെല്ലാം ആയുർവേദത്തിലുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നുകളുണ്ട്. ഫസ്റ്റ് ആയുർവേദത്തിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ ആയുർവേദത്തിൽ ഉണ്ടാവില്ല. നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് യോജിച്ച ഏതാണോ ആ കഷായം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. പിന്നെ പെട്ടെന്നുള്ളൊരു ദഹനക്കേട് അങ്ങനെയുള്ളതിനൊക്കെ ഈ ആയുർവേദ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു ആക്ഷൻ വരും. അപ്പോ അഭയാരിഷ്ടം, ഇപ്പൊ പൂതീകരഞ്ചാസവം, അങ്ങനെയുള്ള 2 മെഡിസിൻ എപ്പോഴും ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അഭയാരിഷ്ടം, പൂതീകരഞ്ചാസവം, അതുപോലെ തന്നെ ധാന്വന്തരം ഗുളിക. ധാന്വന്തരം ഗുളികയൊക്കെ ജനറൽ ആയിട്ട് നമ്മുടെ എല്ലാത്തിനും ഇപ്പൊ ധാന്വന്തരം ഗുളിക ഭയങ്കര ശക്തിയുള്ളതാണ്. കാരണം വെല്ലിത്താൻ ഹാർട്ട് സർജറി ചെയ്യുന്ന അദ്ദേഹം ഉണ്ടല്ലോ, ഡോക്ടർ വെല്ലിത്താൻ, അദ്ദേഹമൊക്കെ സർജറി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ധാന്വന്തരം ഗുളിക പേഷ്യന്റിന് കൊടുത്തിട്ട് അത്രയ്ക്ക് ഫലമുണ്ട് അതിന്. അതിന്റെ ദോഷങ്ങൾ അധികം വരാതിരിക്കാൻ വേണ്ടി ധാന്വന്തരം ഗുളിക കൊടുക്കും. അപ്പൊ ധാന്വന്തരം ഗുളികയൊക്കെ ശരിക്ക് നമുക്ക് എമർജൻസി മെഡിസിൻ ആയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി, പെട്ടെന്നൊരു ക്ഷീണം, ആ സമയത്തൊക്കെ ധാന്വന്തരം ഗുളിക നാക്കിന്റെ അടിയിലിട്ട് കുറേശ്ശെ അലിയിപ്പിച്ച് ഇറക്കി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഉത്തേജനത്തെ ഉണ്ടാക്കും. ഇപ്പൊ വലിയ ഹെവി വർക്കൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഹെവി വർക്ക്, ഇപ്പൊ പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു BP കൂടി അല്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഡ്രൈവേഴ്സോ അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് നല്ലതാണോ? ധാന്വന്തരം ഗുളിക ഇപ്പൊ ഡൈവേഴ്സിനൊക്കെ കൂടുതലും നമ്മള് സ്ട്രെയിൻ അല്ല വരുന്നത്. അവർക്കൊക്കെ ഉറക്കം വരല് കൂടുന്നു. അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തോണ്ടുള്ള അസിഡിറ്റി വരുന്നു. ഡ്രൈവർമാർക്ക് ഏറ്റവും പ്രധാനത അവർക്ക് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റില്ല. ആ ആഹാരം കഴിക്കാതെ വരുമ്പോ എന്ത് പറ്റും? അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുമ്പോ ആ ദഹനം അത് ആകെ വികലമാവും. അപ്പൊ കുറച്ച് ആഹാരം കഴിച്ചാലും പെട്ടെന്ന് മതിയാവില്ല. പിന്നെ അത് കൂടാതെ ഭയങ്കര ക്ഷീണം. അതാണ്. അപ്പൊ അവർക്ക് ഞാൻ ഇങ്ങനെ പറയാനുള്ള ഇവരോടൊക്കെ ചെയ്യുന്നത്, നമ്മൾ തണുത്ത വെള്ളം മേടിച്ചു വെക്കാതെ എവിടെയെങ്കിലൊക്കെ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ, ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ചൂടുവെള്ളം മാക്സിമം കയ്യിൽ കരുതുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുറേശ്ശെ കുടിച്ചോണ്ടിരുന്ന അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല, വയറ്റിൽ വരില്ല. പിന്നെ ഈ പൊറോട്ട പോലുള്ള ആഹാരങ്ങൾ
എപ്പോഴും പ്രശ്നം. ആ ഉവ്വ. ഇപ്പൊ പൊറോട്ടയുടെ ഉപയോഗം ഭയങ്കര കൂടുതലാണ്. ആ ആ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ആ ഉവ്വ. കാരണം ഒരു പൊറോട്ട കഴിച്ചാൽ തന്നെ നമുക്ക് ആ നല്ല സ്വാദാ, പക്ഷെ ഡൈജഷനെ ഇത്രയും വികലമാക്കുന്ന ഒരു സാധനം വേറെ ഇല്ല. അതന്നെ. അല്ല, അത് ഭയങ്കര അതിന്റെ കൂടെ നമ്മള് മാംസം അങ്ങനെ കഴിച്ചാലുള്ള അവസ്ഥ വെച്ചാൽ മാംസവും ദഹിപ്പിക്കണം, പൊറോട്ടയും ദഹിപ്പിക്കണം, ഇരട്ടി അതെ അതെ അതെ. എനർജി ശരീരത്തിനാണ്. ആ ഉവ്വ. അതാണ് ഈ ക്ഷീണം വരുന്നത്. ആ ആ ആ അപ്പൊ നമ്മള് ഇപ്പൊ കഷായം, അപ്പൊ അതിന് പറ്റിയുള്ള കഷായങ്ങൾ ഒത്തിരി ഉണ്ട്. ആ ഉവ്വ. ഇപ്പോ നയോപായം കഷായം, ആ ഉവ്വ. അല്ലെങ്കിൽ ചെരുവല്വാദി കഷായം, ആ ഉവ്വ. ഗന്ധർവസ്ഥാദി കഷായം, ഇതൊക്കെ വയറുമായിട്ട് ബന്ധപ്പെട്ട കഷായങ്ങളാണ്. ആ ഉവ്വ. പിന്നെ പൈൽസ്, ആ ആ ആർസസ് ഒരു പ്രധാനപ്പെട്ട ആ ഉവ്വ. അസുഖ, മലദ്വാരത്തിന്റെ അവിടെ ഇങ്ങനെ ആ ഉവ്വ. ഒരു വേർത്ത് വരിക, ആ ഉവ്വ. അതുപോലെ തന്നെ അവിടെ ചൊറിച്ചിൽ വരിക, ആ ചിലർ വയറ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പോവില്ല, ആ ഉവ്വ. അവിടെ ഇങ്ങനെ വല്ലാണ്ട് ഇതാവേ, ആ ആ ഡ്രൈ ആവും, ഡ്രൈ ആവും. അപ്പം മലം ശരിക്കും പോവില്ല. ആ ചിലർക്ക് ഡ്രൈവേഴ്സിനൊക്കെ ഭയങ്കര ചൂടടിച്ചിട്ട് അവിടെ ഇങ്ങനെ ചൂടായിട്ട് ചിലപ്പോൾ മലം പോകുമ്പോൾ ആ സൈഡിൽ തട്ടിയിട്ട് ബ്ലഡ്, ആ ഉവ്വ. അതാണ് ബ്ലീഡിങ് പൈൽസ്. ആ ഉവ്വ. മണിക്കൂറുകൾ ഇരിക്കുക. മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചൂടാവും. ആ ആ ചൂടാവുമ്പോൾ ബ്ലീഡിങ്, പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ ബ്ലീഡിങ് ഇതാവും. ആ ഉവ്വ. അങ്ങനെയുള്ള ബ്ലീഡിങ് പൈൽസിനൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് മുറിവെണ്ണ വെറുതെ പുരട്ടിയാൽ തന്നെ ആ അതിന് വ്യത്യാസം വരും. ആ ഉവ്വ. വെറുതെ മുറിവെണ്ണ നമ്മൾ അപ്ലൈ ചെയ്യുക, അവിടെ എന്തെങ്കിലും ഒരു ഡ്രൈനസ് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഓയിൽ. ആ ഉവ്വ. അപ്പൊ മുറിവെണ്ണയ്ക്ക് ശരിക്ക് എല്ലാതും ഇതുപോലുള്ള ചെറിയ ചെറിയ മുറിവുകളെ ഹീൽ ചെയ്യാനുള്ള ശക്തി കൂടുതലാണ്. ഉവ്വ. നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രിപ്പറേഷൻ, സ്പെഷ്യൽ പ്രിപ്പറേഷൻ മുറിവെണ്ണ. അത് കേരളത്തിന്റെ ഓണാണ്. അതെ അതെ. വേറെ ഒരു രാജ്യത്തിലേക്ക് അതില്ല, കേരളത്തിലാണ് അതിന്റെ ആ ഉവ്വ. അതിന്റെ സ്പെഷ്യൽ കൂട്ടുണ്ടാക്കിയത്. ആ ഉവ്വ. അപ്പൊ അതിന് ചുവന്നുള്ളി ചേരുന്നുണ്ട്, ആ ഉവ്വ. താറുതാവില് ചേരുന്നുണ്ട്, വെറ്റില ചേരുന്നുണ്ട്. ആ ഉവ്വ. അപ്പോ പിന്നെ ഈ കാടി, ആ ഉവ്വ. അങ്ങനെയുള്ള ഒത്തിരി ഇതില് അത് ചേരുന്നുണ്ട്. ആ. ശരിക്ക് വിരേചനം, വയറിളക്കുക, ആഹാ. അതുപോലെ തന്നെ വസ്തി, എനിമ ചെയ്യുക, ആഹാ. പിന്നെ നസ്യം ചെയ്യുക, മൂക്കിലും മരുന്നൊഴിക്കുക, ആ ഉവ്വ. പിന്നെ രക്തമോക്ഷം. നമ്മൾ ആദ്യം പറഞ്ഞ ബ്ലഡ്, ഈ ദോഷങ്ങളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് തന്നെ അതിനെല്ലാം നമ്മൾ ഈ 5 കർമ്മങ്ങൾ, ആ 5 കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരത്തിലുള്ള ദോഷത്തെ പുറത്ത് കളയാൻ വേണ്ടിയുള്ളതാണ്. എന്നിട്ട് അതിനെ ബാലൻസ്ഡ് ആ പിന്നെ ഛർദിപ്പിക്കുക, അങ്ങനെ 5 കർമ്മങ്ങളുണ്ട്. വാമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം. ഈ രക്തമോക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മളെ ശരീരത്തിൽ ശരിക്കും നമുക്ക് എവിടെയെങ്കിലും നമ്മള് ഏതെങ്കിലും ഒരു ഭാഗത്ത് നീര് പോലെ വന്നു, വെരിക്കോസ് വെയിൻ സപ്പോസ് നമ്മുടെ കാലിൽ വന്നു, അപ്പൊ ആ വെരിക്കോസ് വെയിൻ്റെ അവിടെ ബ്ലഡ് ശരിക്കും ശുദ്ധമല്ലാത്ത ബ്ലഡ് ശുദ്ധ രക്തം മുകളിലേക്ക് ശരിക്കും പോകുന്നില്ല, ബ്ലഡ് മുകളിലേക്ക് ശരിക്കും പോവാതെ അവിടെ വാൽവിന്റെ പ്രശ്നം കൊണ്ട് കെട്ടിക്കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ രക്തം കളഞ്ഞു കഴിഞ്ഞാൽ, രക്തമോഷം ചെയ്താൽ ആ പേഷ്യന്റ് ഭയങ്കര സുഖം കിട്ടും. കാരണം ആ നീരും വേദനയും വിങ്ങലും അവിടെ കുറയും. പിന്നെ നമ്മള് ഇപ്പൊ എന്തായാലും മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വിരേചനം ചെയ്യണം, വയറിളക്കണം. കാരണം നമ്മൾ പല ടൈപ്പിലുള്ള ഫുഡാണ് കഴിക്കുന്നത്. പലരും ഇപ്പൊ ചിലര് പുറത്ത് ഉള്ള ആഹാരമായിരിക്കും, പുറത്തുള്ള ആഹാരത്തിന് പല സൈഡിൽ പല ഫുഡുകളാണ്, ശ്രദ്ധിച്ചൊന്നും കഴിക്കുന്നവരില്ല. അപ്പൊ ഇതിന്റെയൊക്കെ അംശം ഈ ചെറുകുടലിലും വൻകുടലിലൊക്കെ ഉണ്ടാവും, പറ്റി പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കഫം ഉണ്ടാവുന്നു. അപ്പൊ ഒന്ന് വയറിളക്കിയാൽ ആ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വയറിളക്കി അന്നത്തെ ദിവസം കഞ്ഞിയെ കുടിച്ചിട്ടിരിക്കുക. വയറിളക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോകുന്നതല്ല, ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം വയറ്റിൽ നിന്ന് പോകണം. ആദ്യം മലമെല്ലാം പോയി ജലം പോലെ വന്നിട്ട് വേണം നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ. തന്നെ സ്റ്റോപ്പ് ആയിക്കോളും. ആ മരുന്നിന്റെ ആക്ഷൻ വയറ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സ്റ്റോപ്പ് ആയിക്കോളും. അപ്പൊ ദഹനം, അപ്പൊ എന്തായി, വസ്ത്രം അലക്കി നല്ല ക്ലിയർ ആയി. പിന്നെ ഇനി ആഹാരം ചെല്ലുമ്പോ അത് നന്നായിട്ട് ദഹിച്ച് നല്ല പ്രസന്നത വരും. അതാണ് ശരിക്കും ചാരം നീക്കി അഗ്നിയെ വീണ്ടും കത്തിച്ച് അഗ്നി എടുക്കും പോലെ നമ്മൾ കുറെ കഫവും അസിഡിറ്റി ഒക്കെ വന്ന് നമ്മളൊക്കെ ശരീരത്തിലുള്ളതിനെ നമ്മൾ ഈ പഞ്ചകർമ്മമൊക്കെ ചെയ്ത് നീക്കി അതിനെ വൃത്തിയാക്കി പിന്നെ നല്ല നല്ല ആഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിലേക്ക് നന്നായിട്ട്. അതാണ് ശരിക്കും ഈ 5 ശോധന പ്രക്രിയയാണ്. ശരീരത്തിൽ നിന്നുള്ള ദോഷത്തെ പുറത്തു കളയാനുള്ള പ്രക്രിയയാണ്. പക്ഷെ ഈ മസാജ് ഒന്നും പഞ്ചകർമ്മ അല്ല. നമ്മൾ അഭ്യംഗം ചെയ്യുക, ശരീര തിരുമ്, ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, ഇതൊന്നും പഞ്ചകർമ്മ അല്ല. അത് ഈ പഞ്ചകർമ്മം മറ്റേ ചെയ്യുന്നതിന് മുൻപായുള്ള പ്രിപ്പറേറ്ററി ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരാൾക്ക് രക്തമോഷം ചെയ്യണം. അപ്പൊ നമ്മള് മുറിവെണ്ണ പുരട്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു. ആ മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മള് ഈ ബ്ലഡൊക്കെ ഒന്ന് ചൂടായി, ഒന്ന് സർക്കുലേഷൻ കൂടി, ആ സമയത്ത് ബ്ലഡ് കഴിഞ്ഞ് നന്നായിട്ട് ബ്ലഡ് അങ്ങ് പോകും.
ഒന്ന് ചൂടാക്കിയിട്ടേ ആ ഉവ്വ് ഉവ്വ്. അത് നന്നായിട്ട് ബ്ലഡ് അങ്ങ് പോയി. നന്നായിട്ട് ബ്ലഡ് പോകുമ്പോൾ നമ്മുടെ ആ ചികിത്സ നല്ല ഫലം ഉണ്ടാവും. ആ ഉവ്വ് ഉവ്വ്. പിന്നെ നമ്മൾ 7 ദിവസം നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മസാജ് ഒക്കെ ചെയ്ത് 8ാമത്തെ ദിവസം നമ്മൾ വയറിളക്കുമ്പോൾ ഈ ദോഷങ്ങളുടെ എല്ലാം പുറത്തേക്ക് പോകും. ആ ഉവ്വ് ഉവ്വ്. മസാജ് ചെയ്ത് എല്ലാ വയറ്റിലേക്ക് ദോഷത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ അതാണ് ഒരു കൺസെപ്റ്റ്. ഓ ഓ 7 ദിവസം നമ്മളാണ് ഒരു മിനിമം അഭ്യംഗം ഒരാളെ തിരുമുന്നത് 7 ദിവസം. കാരണം നമ്മളുടെ ശരീരത്തിന്റെ തൊലി 7 ലെയറാണ്. ഓരോ ദിവസവും ഓരോ ലെയറിൽ വരുന്നു. ഇന്ന് ഈ ലെയർ ചെയ്തു, നാളെ അങ്ങനെ ചെയ്തു, അപ്പൊ 2ാമത്തെ ലെയറായി. അതാണ് സപ്തത്വക്ക് എന്ന് പറയുന്നത്. അതാണ് 7 ദിവസം ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. എത്ര ദിവസം തിരുമണം? 7 ദിവസമെങ്കിലും വേണം. എന്റെ കാരണം ഇതാ. അപ്പൊ ആദ്യമേ നമ്മൾ അഭ്യംഗം ചെയ്തു. അഭ്യംഗം ചെയ്തതിന് ശേഷം പിന്നെയും അസുഖം മാറി അല്ലെങ്കിൽ നമ്മൾ ഇലക്കിഴി ചെയ്യുന്നു. ഇലകള് പറിച്ചിട്ട് ഇപ്പൊ പുളിയില, മുരിങ്ങയുടെ ഇല, ആവണക്കിന്റെ ഇല, എരിക്കല, ഇതെല്ലാം കൂടെ വേപ്പെണ്ണയിൽ വറുത്തിട്ട് കിഴി ചെയ്യുന്നു. അപ്പോൾ കിഴി ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള നീർക്കെട്ട്, വേദന, പിന്നെ അവിടെ സർക്കുലേഷൻ ശരിയാവാൻ വേണ്ടിയുള്ള കിഴികൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞവരക്കിഴി, അതിനെ ബലപ്പെടുത്താൻ വേണ്ടി. അപ്പൊ ആദ്യമേ നമ്മൾ അഭ്യംഗം ചെയ്തു, ഇലക്കിഴി ചെയ്തു, അപ്പൊ അവിടെയുള്ള നീർക്കെട്ടെല്ലാം പോയി. പിന്നെ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഞവരക്കിഴി. അങ്ങനെ ഒരു പാറ്റേൺ. ആദ്യമേ തന്നെ ഒരു പേഷ്യന്റ് ഒരിക്കലും ഞവരക്കിഴി ചെയ്യാൻ പറ്റില്ല. എന്നാ നാളെ പോലെ ഞവരക്കിഴി, അതല്ല, ആ പേഷ്യന്റിനെ അതിനു വേണ്ടി തയ്യാറാക്കി. അത് പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ നീരുള്ള, പെട്ടെന്ന് ഒരാളുടെ ശരീരത്തിൽ ഭയങ്കര നീരും വേദനയും, ഉടനെ തൈലം പുരട്ടി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് കൂടും. വെള്ളം അടി കിടക്കുമ്പോ മുകളിൽ നമ്മൾ എണ്ണ പുരട്ടി എങ്ങനെ ഉണ്ടാവും? ആ വെള്ളത്തെ കളഞ്ഞ് നീരിനെ വലിച്ചിട്ട് എണ്ണ പുരട്ടിയ അകത്തേക്ക് ഗുണം ചെയ്യും. അല്ലാണ്ട് ആദ്യമേ തന്നെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ അതിന് ഗുണം അല്ല. കാരണം പിന്നെ നമ്മുടെ ആയുർവേദത്തിൽ ഒത്തിരി എണ്ണകളുണ്ട്. കൊട്ടൻ ചുക്കാതി തൈലമുണ്ട്, സഹചരാതി തൈലമുണ്ട്, ധാന്വന്തരം തൈലമുണ്ട്, കർപ്പാസസ്യാദി തൈലമുണ്ട്, അതുപോലെ തന്നെ ബലാശുഗന്ധാദി തൈലമുണ്ട്, മുറുവെണ്ണയുണ്ട്, പിന്നെ കായത്തിരുമേനി, അങ്ങനെ ഒത്തിരി എണ്ണകളാണ് ആയുർവേദത്തിൽ. അത് ഓരോരുത്തർക്കും ഓരോ തൈലങ്ങളാണ് ആവശ്യം. ഇപ്പൊ കൂടുതൽ നീർക്കെട്ടുള്ള ഒരാൾക്ക് കൊട്ടൻ ചുക്കാതി തൈലം, നീർക്കെട്ടും വേദനയും, നീർക്കെട്ട് കുറഞ്ഞിട്ട് വേദന കുറയ്ക്കാൻ വേണ്ടി കൊട്ടൻ ചുക്കാതി കർപ്പൂരാതി തൈലം ചേർത്ത് വരട്ടും. കാലിന് പുകച്ചിൽ കൂടുതലുള്ളവർക്കാണെങ്കിൽ അവർക്ക് പിണ്ടതൈലം വരട്ടും. പുകച്ചിൽ കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ അവർക്ക് മറ്റേ മധുവിഷ്ടാതി തൈലം പുരട്ടും. ഈ തൈലം പുരട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുരട്ടി ഒരു 5 മിനിറ്റ് അല്ല, പുരട്ടുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ പുരട്ടി മസാജ് ചെയ്തിരിക്കണം. എന്നാലേ തൈലം പുരട്ടിയുടെ ഗുണം കിട്ടുള്ളൂ. അല്ലാണ്ട് ഉള്ളിലേക്ക് വലിഞ്ഞ് അത് തൊലിന്ന് നമ്മൾ ആ ഉള്ളിലേക്കായി അതിന്റെ അംശം അവിടെയൊക്കെ വന്നാലേ അതിന് കാര്യമുള്ളൂ. അങ്ങനെ തൈലങ്ങള്. അപ്പൊ അങ്ങനെ തൈലങ്ങളായി. പിന്നെ ചൂർണങ്ങള്. ചൂർണങ്ങൾ ഒത്തിരി, ഭിങ്കോജാതി ചൂർണം, മറ്റേ ജഡാമിയാതി ചൂർണം, കൊട്ടൻ ചുക്കാതി ചൂർണം, കോലകുലത്താതി ചൂർണം, അങ്ങനെ ഒത്തിരി ചൂർണങ്ങളുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ ഈ വയറിന്റെ അസുഖത്തിനുള്ളത് ഹിങ്കുവജാതി ചൂർണം. വയറിന് ഇപ്പൊ ചൂടുവെള്ളത്തിൽ കലക്കി, നമ്മളിപ്പോ ദഹനം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഹിങ്കുവജാതി ചൂർണം ദിവസം രാവിലെ വൈകുന്നേരം ആഹാരത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കുമ്പോൾ ദഹനമായ ശേഷം ആഹാരം കൊടുക്കുമ്പോൾ അത് വേവിച്ച് ശരിക്കും വയറ്റിൽ നിന്ന് പോകും. പിന്നെ ത്രിഫലാ ചൂർണം ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ അത് കൂടാതെ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ശരീരത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ കൊട്ടൻ ചുക്കാതി ചൂർണവും ജഡാമിയാതി ചൂർണവും കൂടെ കാടിവെള്ളത്തിൽ കുഴച്ച് തിളപ്പിച്ച് കുറുക്കിട്ടിടണം. നമ്മൾ കാടിവെള്ളത്തിൽ കുഴച്ച് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പച്ചപ്പാവും, വീണ്ടും നീർക്കെട്ട് കൂടും. അപ്പൊ എന്ത് ചൂർണ്ണാണെങ്കിലും കാടിവെള്ളത്തിലോ പുളിയില നീരിലോ പൊടി കുഴച്ച് തിളപ്പിച്ച് കുറുക്കി പേസ്റ്റ് ആക്കിയിട്ട് ഇടാവും. ഇട്ടിട്ട് അത് വലിയുമ്പോ ആ ഉള്ളിലുള്ള നീർക്കെട്ട് അങ്ങ് പോവും. പിന്നെ ചിലർക്ക് ചിലപ്പോൾ മുറുവെണ്ണ മാത്രം മതിയായിരിക്കും, അങ്ങനെ ഉണ്ട്. പിന്നെ ഈ കഷായത്തിന്റെ അരിഷ്ടം, ആ കഷായത്തിന് മേമ്പൊടി ചേർക്കും. കഷായത്തിന് മേമ്പൊടി ചേർക്കുന്ന കഷായത്തിന്റെ ഗുണത്തെ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനാ. ധാന്വന്തരം കഷായത്തിന്റെ കൂടെ ധാന്വന്തരം ഗുളിക മേമ്പൊടി ചേർത്ത് കഴിക്കും. അപ്പൊ ധാന്വന്തരം ഗുളിക കഴിക്കുമ്പോൾ കഷായത്തിന്റെ ബലം ഒന്നുകൂടെ കൂടുവാണ്. പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ കഷായങ്ങള്. ചിലർക്ക് ആദ്യമേ തന്നെ ദഹനക്കേടുള്ളവർക്ക് ആദ്യമേ തന്നെ പറ്റില്ല. പിന്നെ അരിഷ്ടങ്ങള്, അരിഷ്ടങ്ങൾ ഇപ്പൊ ദഹനത്തിന് കൊടുക്കാം, ദഹനം വർദ്ധിപ്പിക്കാനുള്ള കൊടുക്കാം, ശരീരത്തിന്റെ ബലത്തിനുള്ള ബലാരിഷ്ടവും അശ്വഗന്ധാരിഷ്ടവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ജനറൽ ആയിട്ട് പ്രായമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബലാരിഷ്ടവും ദശമൂലാരിഷ്ടവും. അത് രണ്ടും കൂടെ ചേർത്ത് യോജിപ്പിച്ചിട്ട് ധാന്വന്തരം ഗുളിക ചേർത്ത് കഴിക്കുന്നത് ഒരു ജനറൽ ആയിട്ട് ബലത്തെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ജനറൽ. പിന്നെ ലേഹ്യങ്ങള്, നമ്മള് രസായന പ്രയോഗം. ശരിക്ക് ഒരു ആൾക്ക് ഇപ്പൊ പ്രായമുള്ളവർക്ക് എപ്പോഴും രസായനം വേണം. കാരണം അവരുടെ ഒന്നോടെ
അവരുടെ സപ്തധാതുക്കളെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള സപ്തധാതുക്കൾ പുഷ്ടി ഉണ്ടാക്കുക. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ചവനപ്രാശം ജനറൽ ആയിട്ടുള്ള ഒരു രസായന. നെല്ലിക്കാണല്ലോ എൻ്റെ അകത്ത് പ്രധാനമായിട്ടും. ജനറൽ ആയിട്ട് ഒരു വലിയ അസുഖമൊന്നുമില്ല, എനിക്കൊന്ന് ഹെൽത്ത് ആവണം, എന്ന് ആരോഗ്യം വരണം, ഒരു സ്ട്രെങ്ത് വരണം എന്നുള്ളവർക്ക് ചവനപ്രാശം ഡെയിലി രാത്രി കിടക്കാൻ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ജനറൽ ഹെൽത്ത് ഉണ്ടാക്കും. പക്ഷെ ഇതൊക്കെ ദഹനമുള്ളവർക്കാണ് പറ്റുള്ളൂ. മറ്റേ തീരെ വയറ്റുവേദന ഉള്ളവർക്കൊന്നും ചവനപ്രാശം രസായനം പറ്റില്ല. അപ്പൊ അതിലേക്ക് ആ രോഗിയെ ആക്കിയതിന് ശേഷം പിന്നെ ഇത് കൊടുക്കുക. ആദ്യമേ അതാണ് അരിഷ്ട കൊടുത്തിട്ട് ദഹനത്തെ വർദ്ധിപ്പിച്ചിട്ട് പിന്നെ രസായനം. അപ്പൊ അങ്ങനെയാണ് ചവനപ്രാശം കൊടുക്കുന്നത്. പിന്നെ നല്ല ശോഷിച്ച് വളരെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്ക് അശ്വഗന്ധാദി ലേഹ്യം കൊടുക്കുന്നു. നാരസിംഹ രസായനം കൊടുക്കുന്നു. നാരസിംഹ രസായനം ശരിക്കും മുടി വളരാനുള്ള ഒരു രസായനം കൂടെ, മുടി വളർച്ച കൂട്ടാൻ ഉള്ള രസായനമാണ് നാരസിംഹം. അതിനുള്ള സ്പെഷ്യൽ. പിന്നെ ഈ മുടി കൊഴിച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഇപ്പൊ ഉണ്ടല്ലോ, മുടി കൊഴിച്ചിൽ വല്ലാണ്ട് ഇപ്പൊ കൂടുതലാണ്. കാരണം ശരീരത്തിന്റെ ബോഡി ഹീറ്റ് കൂടുന്നു. പിന്നെ വേണ്ടത്ര പോഷണം ശരീരത്തിനുള്ളിൽ ചെല്ലുന്നില്ല. കാൽസ്യം അങ്ങനെയുള്ള സാധനം നമുക്ക് വേണ്ടപ്പെട്ട മിനറൽസ് ഒന്നും ശരീരത്തിലേക്ക് ചെല്ലാതെ വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ശരിക്കും അസ്ഥിധാതുവിന്റെ മലമാണ് മുടി ബലം. അപ്പൊ അസ്ഥിധാതുവിന്റെ ബലം കുറഞ്ഞാൽ മുടി കൊഴിയും. അപ്പൊ അസ്ഥിധാതുവിന് ശരിയാ കൺസെപ്റ്റേ ഭയങ്കര. കാരണം അസ്ഥിന് ബലം കിട്ടിയാൽ നമുക്ക് മുടിയും വളർച്ച വരുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് കാൽസ്യം കണ്ടന്റ് കൂടുതലുള്ള ആഹാരം കഴിഞ്ഞാൽ മുടി വളരും. അതെല്ലാം മുടി വളരാൻ വേണ്ടി കുറെ എണ്ണ തേച്ചിട്ട് കാര്യമില്ല. ഉള്ള ആൾക്കാരെപ്പോഴും നന്നായിട്ട് എണ്ണ അങ്ങ് തേക്കും, കുറെ സമയം ഇരുന്നിട്ട് കുളിക്കും. അപ്പൊ എന്താ പറ്റുന്നത്, നീർക്കെട്ട് കൂടും. കഴുത്തിലേക്കൊക്കെ നീർക്കെട്ട് വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഇവിടെ ആദ്യം കഴുത്ത് വേദനയായി, പിന്നെ പുറം വേദനയായി, പിന്നെ നടുവേദനയായി, പിന്നെ കാലിലേക്ക് ഇറങ്ങും. അപ്പൊ എണ്ണ പുരട്ടുന്നത് എപ്പോഴും നമുക്ക് ഓരോരുത്തർക്ക് യോജിച്ച എണ്ണ കുറേശ്ശെ ഉപയോഗിക്കാം. ഇപ്പൊ മുടി കൊഴിച്ചിലിന് എണ്ണ പുരട്ടുകയാണെങ്കിൽ കുറച്ച് എണ്ണ എടുക്കുക, തലയോട്ടിയിലൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുളിക്കുക. വെറുതെ വെള്ളം ഒഴിച്ചാൽ കഴിക്കില്ല. സോപ്പ് അധികം തലയിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. സോപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്നതോറും മുടി കൊഴിച്ചിലിന് കൂടാനേ ചാൻസ് ഉള്ളൂ. അതെല്ലാം താരനുള്ളവർക്ക് സോപ്പ് യൂസ് ചെയ്താൽ താരൻ കൂടുള്ളൂ. അപ്പൊ താരനൊക്കെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് എപ്പോഴും എണ്ണ പുരട്ടുന്നത് വൈകുന്നേരം അല്ല, രാവിലെ കുളിക്കുന്നതിന് മുൻപ് പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം എണ്ണ പുരട്ടിയാൽ അതിന്റെ ഗുണം പകുതി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നീർക്കെട്ട് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ എണ്ണ പുരട്ടാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 8 തുള്ളി 5 തുള്ളി 6 തുള്ളിയും കുറേശ്ശെ പുരട്ടി എല്ലാ ഭാഗത്തും പുരട്ടുക. ഒത്തിരി എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നീർക്കെട്ട് കൂടാനുള്ള സാധ്യതയാണ് വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ മുടി കൊഴിച്ചിലിനൊക്കെ എണ്ണ മേടിച്ചെങ്കിൽ നമുക്കത് പറ്റുമെന്നുള്ളത് നോക്കാം. സ്ഥിരമായിട്ട് ജലദോഷമുള്ളവർക്കോ തുമ്മലുള്ളവർക്കോ ഇപ്പൊ നീലഭൃങ്ങാതി പറ്റില്ല. നീലഭൃങ്ങാതി കയറാൻ കോമൺ ആയിട്ട് എല്ലാവരും മേടിക്കുന്ന, വെറുതെ പോയി മേടിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്ക്, നീർക്കെട്ടുള്ളവർക്ക് അത് പുരട്ടി കഴിഞ്ഞാൽ നമുക്കത് ശരിയാവില്ല. അപ്പൊ കഴുത്ത് വേദന വരും. ഈ കഴുത്ത് വേദന ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങും. പിന്നെ ഷോൾഡറിലേക്ക്, ചിലർക്ക് 2 ഷോൾഡറിലേക്ക് വരും. ഇപ്പൊ വീട്ടിലുള്ള കുടുംബിനികളൊക്കെ നമ്മള് വീട്ടമ്മമാരൊക്കെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് എണ്ണ വെച്ച് ഒരു 2 മണിക്കൂർ ഇരുന്ന് ആയിരിക്കും പിന്നെ കുളിക്കണേ നട്ടുച്ചയ്ക്ക്. അപ്പൊ തന്നെ ഈ എണ്ണ വെച്ചുമ്പോ അതിന്റെ നീരിറങ്ങി. അത് കുറെ കഴിയുമ്പോ സ്പോണ്ടിലോസിസും പുറം വേദനയും അതുപോലെ തന്നെ നടുവേദനയൊക്കെ ആയിട്ട് മാറും. നമ്മളുടെ ശരിക്കുള്ള ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിനെ വർദ്ധിപ്പിച്ച് ദഹന വ്യവസ്ഥിതിയെ നമ്മൾ കറക്റ്റ് ആക്കുക. അതുപോലെ നമ്മുടെ ദിനചര്യ പറ്റുന്നത് നമ്മുടെ ദിനചര്യയെ കറക്റ്റ് ആക്കുക. അപ്പൊ ദിനചര്യ കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ആഹാര രീതിയെ ക്രമപ്പെടുത്തുക. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എപ്പോഴും രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ദിനചര്യയും നമ്മുടെ ആഹാര രീതിയും കറക്റ്റ് ആവാതെ വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഡോക്ടർ, ഇത്രയും വിലപിടിപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തന്നതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു.